ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എങ്ങനെ തക്കാളിക്കറി പെട്ടെന്ന് ഉണ്ടാക്കാം നോക്കാം. തക്കാളി തേങ്ങ അരച്ച് ഉണ്ടാക്കുന്ന ഒരു കറിയാണ് തക്കാളിക്കറി. പെട്ടെന്ന് നല്ല രുചികരമായി ചോറ് കഴിക്കാൻ പറ്റിയ അടിപൊളി തക്കാളിക്കറിയാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഏത് ചട്ടിയിലാണ് വെക്കുന്നത് ആ ചട്ടിയിലോട്ട് തക്കാളി നീളത്തിലരിഞ്ഞത്, സവാള, പച്ചമുളക്, വെളുത്തുള്ളി, പിന്നെ ഇഞ്ചി, ഇത്രയും സാധനങ്ങൾ നീളത്തിലരിഞ്ഞത് ഏത് പാത്രത്തിലാണ് നിങ്ങൾ കറി വെക്കാൻ പോകുന്നത് ആ പാത്രത്തിലോട്ട് അരിഞ്ഞിടുക. തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി കേട്ടോ, പിന്നെ സവാള നീളത്തിലരിഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ചെമ്മീനാണ് ഞാൻ എടുത്തേക്കണം. ഉണക്ക ചെമ്മീനാണ്. തല കളഞ്ഞിട്ട് ഒന്ന് എണ്ണയിലിട്ട് ഒരു 5 മിനിറ്റ് വറുത്തെടുത്തതാണ്. അതുകൊണ്ടാണ് ഞാൻ വേറെ പാനിൽ നിന്ന് എടുത്തത്. ഒന്ന് വറുക്കണേ, ഫ്രൈ ചെയ്ത് അതിൻ്റെ പച്ചമണം മാറ്റിയിട്ട് വേണം ഇതിലോട്ട് ഇടാൻ വേണ്ടി, നമുക്ക് കറി വെക്കണം ചട്ടിയിലോട്ട് ഇടാൻ വേണ്ടി. ഫ്ലെയിമൊന്നും ഇപ്പോൾ ഓണാക്കണ്ട. നിങ്ങൾക്ക് പച്ച ചെമ്മീൻ വേണമെങ്കിൽ പച്ച ചെമ്മീൻ ഇടാവുന്നതാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഈ ഉണക്ക ചെമ്മീന് പകരം നിങ്ങൾക്ക് പച്ച ചെമ്മീൻ ഇടാവുന്നതാണ്. പിന്നെ തേങ്ങ അരച്ചതാണ്, നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരക്കണേ. അതിലോട്ട് 2 സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഇത്തിരി 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് ഒന്ന് മിക്സിയിലിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. അതും ഞാൻ ഇതിലോട്ട് ഒഴിച്ചിട്ടുണ്ട്. ആവശ്യത്തിനുള്ള കല്ലുപ്പ്, ആവശ്യത്തിന് ഉപ്പ് നോക്കിയിട്ട് വേണം ഇടാൻ. ഇത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് തൊട്ട് നോക്കുക ഉപ്പ് ആവശ്യത്തിനുണ്ടോ എന്ന്. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് നല്ലോണം കൈ കൊണ്ട് തന്നെ തിരുമ്മിയെടുക്കുക കേട്ടോ. കൈ കൊണ്ട് നമ്മുടെ മാങ്ങാക്കറിയൊക്കെ വെക്കുന്നവരാണെങ്കിൽ അറിയാൻ പറ്റും. നമ്മുടെ കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്ത് അത് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ കൈ കൊണ്ട് തന്നെ എല്ലാം ഒന്ന് യോജിപ്പിച്ചെടുക്കുക. തേങ്ങയും തക്കാളിയും സവാളയും എല്ലാ സാധനവും ചെമ്മീനൊക്കെ കൂടി ഒന്ന് നല്ലോണം യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ആ അരച്ച മിക്സിയിൽ ഞാൻ ഇത്തിരി വെള്ളം കലക്കി ഒഴിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇത് കുറുകി പോവും. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണെങ്കിൽ തീയിൽ വെക്കണമെങ്കിൽ അതെന്തായാലും കുറുകി കട്ടിയായി പോവും. അപ്പോൾ ആവശ്യത്തിന് നിങ്ങൾക്ക് എന്തോരം വെള്ളമാണ് ചാറായിട്ട് വേണ്ടത്, എന്തോരം ലൂസായിട്ടാണ് വേണ്ടത് അതിനനുസരിച്ചുള്ള വെള്ളം ഒഴിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ള വെള്ളം കലക്കി ഒഴിച്ചിട്ടുണ്ട്. ആ അരപ്പ് തന്നെ, മിക്സിയിലെ അരപ്പ് തന്നെയാണ് ഞാൻ കഴുകി ഒഴിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ മിക്സിയിലെ അരപ്പ് തന്നെ ഞാൻ കഴുകി ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം കത്തിച്ച് നമുക്കതൊന്ന് ചൂടാക്കി അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറാൻ വേണ്ടി ഫ്ലെയിമിലോട്ട് വെക്കാം. ഇത്രേ ഉള്ളൂ. ഈസിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഒന്ന് പെട്ടെന്ന് അരിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ, ഇനിയിപ്പോൾ പോട്ടെ പച്ചമീൻ ഇല്ലെങ്കിൽ തന്നെ ഉണക്കമീൻ ഉണ്ടായാലും മതി. ഉണക്കമീൻ തല കളഞ്ഞ് ഒന്ന് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ അതും കഴിഞ്ഞ് എല്ലാം കൂടി ഒന്ന് കൈ കൊണ്ട് യോജിപ്പിക്കുക. ഫ്ലെയിമിൽ വെക്കുക. ഒന്ന് ചൂടായി ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും ഇത്തിരി നേരം ഒന്ന് മൂടി വെക്കുക. ആ തക്കാളി ഉടഞ്ഞ് കിട്ടണമെന്നുള്ളവരാണെങ്കിൽ ഇത്തിരി നേരം ഒരു 5-10 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ തക്കാളി ഉടഞ്ഞ് കിട്ടും. ഇനി തക്കാളി ഉടയണ്ട, അങ്ങനെ തന്നെ ഇരിക്കണമെന്നുള്ളവരാണെങ്കിൽ മൂടേണ്ട ആവശ്യമില്ല. ഒന്ന് തിളച്ച് വരുമ്പോൾ ഓഫ് ചെയ്ത് കടുക് പൊട്ടിക്കാവുന്നതാണ് കേട്ടോ. അപ്പം ഞാനൊന്ന് മൂടി വെക്കുന്നുണ്ട് ഒരു ഇത്തിരി നേരത്തേക്ക്. എനിക്ക് തക്കാളി അങ്ങനെ തന്നെ കിടക്കണത് എനിക്കിഷ്ടമല്ല. ഒന്ന് ഉടഞ്ഞ് അതിലോട്ട് ആ തക്കാളിയുടെ നീരൊക്കെ ഒന്ന് ഇറങ്ങി വരുന്നതാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ ഒരു 5 to 6 മിനിറ്റ്സ് വരെ ഒന്ന് മൂടി വെച്ച് ഒന്ന് വേവിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പം ഞാൻ മൂടി വെച്ച് 5 to 6 മിനിറ്റ്സ് വരെ ഒന്ന് മൂടി വെക്കും ഞാൻ. ഇപ്പം ഞാൻ മൂടി വെച്ച് തുറന്ന് കഴിഞ്ഞപ്പോഴേക്കും തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. നല്ലോണം പച്ചമുളകും എല്ലാം സവാളയൊക്കെ ഒന്ന് നല്ലോണം ഉടഞ്ഞ് അതിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ ഒരു 5 മിനിറ്റ് കൂടി ഒന്ന് തുറന്ന് വെച്ച് കഴിയുമ്പോഴേക്കും ഞാൻ കടുക് താളിച്ചൊഴിക്കുകയാണ് ചെയ്യുന്നത്. കടുകും ഇത്തിരി വേപ്പിലയും പിന്നെ വറ്റൽമുളക് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ വറ്റൽമുളക് ഇട്ടില്ല. പിന്നെ ഞാൻ ഒരു കളറ് കിട്ടാൻ വേണ്ടി ഇത്തിരി കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ടു കടുക് പൊട്ടിക്കണ സമയത്ത്. അപ്പോൾ കറിവേപ്പിലയും കടുകും ഇത്തിരി കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ടേ ഒന്നൊരു കളറ് കിട്ടാൻ വേണ്ടിയാണ്. എപ്പോഴും കടുക് പൊട്ടിക്കണ നേരത്ത് ഞാനത് ഇടാറുണ്ട്. ഇത്തിരി കാശ്മീരി മുളക് പൊടി, വറ്റൽമുളക് ഉള്ളവർ വറ്റൽമുളക് യൂസ് ചെയ്യുക കേട്ടോ. പിന്നെ ഉള്ളി അരിഞ്ഞിടാം. മടിയായതുകൊണ്ടാണ് ഉള്ളിയൊന്നും അരിഞ്ഞിടാഞ്ഞത്. അപ്പോൾ ഞാൻ കടുക് പൊട്ടിച്ച് വേപ്പിലയും കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ട് പൊട്ടിച്ചിട്ട് എന്നിട്ട് ഞാൻ യോജിപ്പിച്ചിടുകയാണ് കേട്ടോ. എല്ലാം കൂടി യോജിപ്പിച്ച് കടുക് താളിച്ചിട്ടു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. അടിപൊളി ടേസ്റ്റാണ് ഈ തക്കാളിക്കറി. ഉണ്ടെങ്കിൽ ഒരു 5 ഇഴങ്ങറി ചോറെങ്കിലും കഴിക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ഇറ്റ് ഔട്ട്. നല്ല ടേസ്റ്റാണ്. പെട്ടെന്ന് ഈസി ആയിട്ട് കറി ഇല്ലാത്തപ്പോൾ ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.